കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്. ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് നേടിയ ഭൂരിപക്ഷം മാത്രമല്ല, പിണറായി വിസത്തിനെതിരെ പോരാട്ടത്തിനിറങ്ങിയ PV അൻവർ സമാഹരിച്ച വോട്ടുകളെല്ലാം ഭരണവിരുദ്ധ വികാരത്തിന്റെ കൃത്യമായ പ്രതിഫലനങ്ങളാണ്. ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം തന്നെയായിരിക്കും 2026 കേരളത്തിൽ UDFനെ അധികാരത്തിലേക്ക് തിരികെ എത്തി. എന്നാൽ അധികാരം പിടിച്ചെടുത്താൽ പോലും UDFന് ഭരണ നിർവഹണം അത്ര എളുപ്പമാവില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തെ അത്രമാത്രം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഈ ഭരണകൂടം തങ്ങളുടെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മൂലം തള്ളിവിട്ടിട്ടുള്ളത്. 2016 ഉമ്മൻചാണ്ടി ഭരണമൊഴിയുമ്പോൾ കേരളത്തിന്റെ പൊതുകടമെന്ന് പറയുന്നത് കേവലം 1.5 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ട് ഇത് 4 മടങ്ങായി വർദ്ധിച്ച് ഇപ്പോൾ 6 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ വളരെ കഴിവുറ്റ ഒരുപറ്റം മന്ത്രിമാരുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിനെ ഇനി പുരോഗതിയുടെയും വികസനത്തിന്റെയും പാതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിലവിൽ MP-മാരായിട്ടുള്ള ഒരു പറ്റം നേതാക്കൾ അടുത്ത തവണ നിയമസഭയിലെത്തി ക്യാബിനറ്റിൽ UDFന്റെ മന്ത്രിമാരായി ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത ഏറെ വെളിവാകുന്നു. ഇത്തരത്തിൽ നിർബന്ധമായും കേരളത്തിന്റെ ക്യാബിനറ്റിൽ ഉണ്ടാവേണ്ട ഒരു പറ്റം UDF MP-മാരുടെ പേര് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ പട്ടികയിലെ 1-ാം പേരുകാരൻ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ MP ആയിട്ടുള്ള അടൂർ പ്രകാശാണ്. 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഏറെ മികവോടുകൂടി റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഭരണപരിചയവും പത്തനംതിട്ട ജില്ലയിലും കേരളത്തിലും അടൂർ പ്രകാശിനുള്ള സ്വാധീനവും അടൂർ പ്രകാശിനുള്ള ഒരു പരിവേഷവും UDFന് ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടൂർ പ്രകാശ് പത്തനംതിട്ടയിൽ നിന്ന് സ്ഥാനാർത്ഥിയായ നിലവിൽ ഒരു സീറ്റ് പോലും UDFന് ഇല്ലാത്ത പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിന്റെയും UDFന്റെയും വലിയ മുന്നേറ്റത്തിന് ഇത് വഴിയൊരുക്കും. ഇതുമാത്രമല്ല, ഇഴവ സമുദായത്തിനിടയിൽ ഏറെ സ്വാധീനമുള്ള അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ CPMന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഇഴവ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്തുവാനും സഹായകരമാകും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ പട്ടികയിലെ 2-ാം പേരുകാരൻ എന്ന് പറയുന്നത് നിലവിൽ കൊല്ലത്തു നിന്നുള്ള MP ആയ NK പ്രേമചന്ദ്രനാണ്. ഇന്ത്യൻ ലോക്സഭയിലെ ഏറ്റവും മികച്ച MP-മാരുടെ പട്ടികയിൽ 1-ാം പേരുകാരനാണ് പ്രേമചന്ദ്രൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. 2006-11 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് ഏറ്റവും കാര്യക്ഷമമായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനെ പോലൊരു നേതാവിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരും UDFന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയായ RSPക്കും പുതുജീവൻ നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചവറ പോലുള്ള RSPയുടെ ഒരു ശക്തി കേന്ദ്രം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായി ഇടതുമുന്നണി പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് തിരികെ പിടിക്കുവാനും കൊല്ലം ജില്ലയിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാക്കുവാനും കൊല്ലത്തു നിന്ന് ചവറയിൽ നിന്ന് പ്രേമചന്ദ്രൻ മത്സരിച്ചാൽ അത് സഹായകരമായിരിക്കും എന്നത് UDFന് വലിയൊരു അഡ്വാൻറ്റേജ് ആയി തീരും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ പട്ടികയിലെ 3-ാം പേരുകാരൻ എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ യുവ MP ആയ ഹൈബി ഈഡനാണ്. ഹൈബി ഈഡനെ പോലൊരു ചെറുപ്പക്കാരനായ നേതാവ് മന്ത്രിസഭയിൽ എറണാകുളത്തിന്റെ പ്രതിനിധിയായി ഉണ്ടാകുകയാണെങ്കിൽ അത് കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തിനും സമീപ പ്രദേശങ്ങൾക്കും വലിയ രീതിയിൽ വികസനമൊരുക്കുന്നതിന് സഹായകരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. MLA എന്ന നിലയിലും MP എന്ന നിലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഹൈബി ഈഡന്റേത്. പരമ്പരാഗതമായി UDF മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവിനെ മന്ത്രിയാക്കാറുണ്ട്. ആ നിലയിലും ഹൈബി ഈഡനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാവുന്നതാണ്. ഹൈബി ഈഡന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം എറണാകുളം ജില്ലയിൽ പൊതുവിൽ കോൺഗ്രസിനും വലിയ രീതിയിൽ ശക്തി പകരും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ പട്ടികയിലെ അടുത്ത പേരുകാരൻ എന്ന് പറയുന്നത് പാലക്കാട്ട് നിന്നുള്ള MP ആയ കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠനാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഇന്നുള്ള ഏറ്റവും മികച്ച സംഘാടകരിൽ ഒരാൾ കൂടിയാണ് ശ്രീകണ്ഠൻ. പാലക്കാട് പോലൊരു ഇടതുകോട്ടയിൽ DCC അധ്യക്ഷൻ എന്ന നിലയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വലിയ രീതിയിൽ സംഭാവന നൽകിയിട്ടുള്ള ശ്രീകണ്ഠൻ 2 വട്ടം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ പ്രമുഖ നേതാക്കളെ പരാജയപ്പെടുത്തിയാണ് പാർലമെന്റിൽ അംഗത്വം നേടിയെടുത്തിട്ടുള്ളത്. ശ്രീകണ്ഠനെ പോലെ പക്വതയായ ഒരു നേതാവ് കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2026 UDF രൂപീകരിക്കുന്ന മന്ത്രിസഭയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് UDFനും കോൺഗ്രസിനും ഏറെ ഗുണകരമാകും എന്ന കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് MP രാജേഷിനെ പോലെ ഒരാൾ പാലക്കാടിന്റെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ നിലവിൽ അംഗമായിരിക്കെ UDF ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും പാലക്കാടിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കുവാനും അതുവഴി പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുവാനും VK ശ്രീകണ്ഠന്റെ നിയമസഭയിലെ സ്ഥാനാർത്ഥിത്വം
സഹായിക്കുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ പട്ടികയിലെ അവസാനത്തെ ആളെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവാണ്. ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിന്റെ ആളായതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഷാഫി പറമ്പിലിന് ജാതി മത ഭേദമില്ലാതെ കേരളത്തിലെമ്പാടും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് യുവ വോട്ടർമാർക്കിടയിൽ ഷാഫി പറമ്പിലിന് ഒരു സെലിബ്രിറ്റി പരിവേഷമാണുള്ളത്. ഇതുമാത്രമല്ല, MLA എന്ന നിലയിലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് MP എന്ന നിലയിലും ശക്തമായ ഇടപെടലുകൾ നടത്തുവാനും ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുവാനും സാധിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ഇതിനാൽ തന്നെ ഷാഫി പറമ്പിലിനെ പോലൊരു യുവ നേതാവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയാൽ അത് മന്ത്രിസഭയ്ക്ക് ഒരു ഫ്രഷ്നസും സ്വീകാര്യതയും ജനകീയതയും പകർന്നു നൽകും എന്ന കാര്യത്തിലും തർക്കമില്ല. ഷാഫിയെ പോലെ യുവാക്കളുടെയും യുവതലമുറയുടെയും പൾസറിയുന്ന ഒരു നേതാവ് കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ അല്ലെങ്കിൽ മന്ത്രിയായി തീർന്നാൽ അത് കേരളത്തിലെ യുവതലമുറയെ കോൺഗ്രസിലേക്ക് ഏറെ അടുപ്പിച്ചു നിർത്തും എന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാവാനിടയില്ല. ഇതിനാൽ തന്നെ ഈ 5 നേതാക്കളുടെ പട്ടിക നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.